കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിൽ ലോകപ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ടി.കെ. ജയകുമാറിനെ അധിക്ഷേപിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി. മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് കൂടിയായ ഡോക്ടർ ജയകുമാർ അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അധിക്ഷേപം. ലോകം ആദരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ വിദഗ്ധരിൽ പ്രമുഖനാണ് ഡോക്ടർ ടി.കെ. ജയകുമാർ. കോട്ടയം മെഡിക്കൽ കോളേജിനെ ഹൃദയ ശസ്ത്രക്രിയാ രംഗത്ത് ലോകത്തെ തന്നെ ശ്രദ്ധേയ കേന്ദ്രങ്ങളിലൊന്നാക്കിയ വ്യക്തി. കോവിഡ് മഹാമാരിയിൽ ലോകത്തിനു തന്നെ മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തി. അദ്ദേഹത്തെയാണ് മെഡിക്കൽ കോളേജിലെ ഉപയോഗശൂന്യമായ കെട്ടിടം തകർന്നു വീണ ദൗർഭാഗ്യകരമായ സംഭവത്തിന്റെ പേരിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ അബിൻ വർക്കി തയ്യാറായത്. ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഇതുപോലെ ഉളുപ്പന്മാരായ കളക്ടർമാരാണ് കോട്ടയത്തിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ ഏതൊക്കെ മുറി ആരാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ സാമാന്യ ധാരണ പോലും ഇല്ലാത്ത സൂപ്രണ്ടന്റാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവന്റെയൊക്കെ എന്താണ് ഇവരുടെയൊക്കെ അധികാരം, ആ അധികാരത്തിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് നമ്മൾ യൂത്ത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജയകുമാറിനെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതിലേക്ക് നയിച്ചത് അപകടശേഷം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ്. ഏറെ ദൗർഭാഗ്യകരമായ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് അതിൽ നിന്നും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിച്ചത്. വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ മന്ത്രിയുടെ വാക്കുകളെ അവർ വളച്ചൊടിച്ചു. ഈ നീക്കങ്ങളെയെല്ലാം തകർക്കുന്ന തരത്തിലായിരുന്നു ഡോക്ടറുടെ പ്രസ്താവന. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സൂപ്രണ്ട് ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞത് താൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും വ്യക്തമാക്കി. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനാണ് അവിടെ ആദ്യം എത്തുന്ന വാസ്തവനുസാരമായിട്ട്. അവിടെ കൂടി നിന്നവരോട് നമ്മൾ അന്വേഷിക്കുന്നു. അന്വേഷിച്ച് കഴിഞ്ഞപ്പം ആരും അടിയിൽ പെട്ടിട്ടില്ല. ഒരാളുണ്ടോ എന്ന ഒരു സംശയം പറയുന്നു. അതോടൊപ്പം ഫയർഫോഴ്സുകാരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. സാധ്യതകൾ തീരെ ഇല്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാനാണ് പറഞ്ഞ ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞു. ഈ പ്രസ്താവനയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള അവതാരകയുടെ ചോദ്യത്തിനു പിന്നാലെയാണ് ഇത്തരമൊരു മോശം പരാമർശം യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിനേറ്റ ഈ തിരിച്ചടിയിൽ വിളറിപൂണ്ട നേതാവിന്റെ ഈ പ്രസ്താവനയിൽ കേരള സമൂഹം ഒന്നാകെ എതിർപ്പ് പ്രകടമാക്കുന്നുണ്ട്. ലോകം അംഗീകരിച്ച കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ നെടുംതൂണുകളാണ് ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആരോഗ്യ വിദഗ്ധർ. ഇവരെ വ്യക്തിപരമായി അവഹേളിക്കുന്നതിലൂടെ അവർ നൽകുന്ന സേവനങ്ങളെ ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കുകയാണ് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.